മന്ത്രി സത്യശീലൻ ഓഫീസിലുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഏ? ഇല്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടാവണോ ഇല്ലാതാവണോ? ഇയാളോട് എന്താ ഞാൻ പറഞ്ഞു വിട്ടത്? ഇല്ലെന്ന് പറയാൻ. അപ്പൊ ഞാനില്ലേ? ഉണ്ട്. ഞാൻ ഉണ്ടോ ഇല്ലയോ? വിളിക്കുന്നവരെ നോക്കിയിട്ട് ഉണ്ടെന്ന് പറയേണ്ടവരോട് ഉണ്ടെന്ന് പറയണം, ഇല്ലെന്ന് പറയേണ്ടവരോട് ഇല്ലെന്ന് പറയണം. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ താനെന്തിനാ ഇല്ലാന്ന് പറഞ്ഞത്? അത് തിരക്കിന്റെ ഇടയിൽ ഞാൻ അറിയാതെ ഇല്ലെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇതുപോലെ ഇല്ലാന്ന് പറയേണ്ട എത്ര പേരോട് താനുണ്ടെന്ന് പറഞ്ഞു കാണും? ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്ത്? ഇല്ലായിരിക്കും. ഇയാളോട് ഞാനൊരു മാറ്റർ തന്നിരുന്നില്ലോ ഇന്നലെ, അത് ഡ്രാഫ്റ്റ് ചെയ്തോ? ചെയ്തു. എന്നെടുത്ത് വായിക്കും. സോറി സാർ. അപ്പൊ ഡ്രാഫ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. പിന്നെ എന്തിനാണ് സോറി? സാറിനോട് ഇല്ലെന്ന് പറഞ്ഞതിന് സോറി പറയാൻ ഞാൻ മറന്നുപോയത്. എന്റെ തല പെരുപ്പിക്കാതെ സാധനം എടുത്തോണ്ട് വന്ന് വായിക്കും വെച്ചേ. സാർ, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞ അല്ല ചുമന്ന ഫയലിന്റെ ഉള്ളില്. ഇപ്പൊ കിട്ടും സാർ. ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. സാർ എടുത്തായിരുന്നോ? കിട്ടി കിട്ടി. വായിക്കട്ടെ? വായിക്കാനല്ലേ കൊച്ചെ വന്നത്, വായിക്ക്. കാർഷിക രംഗത്തേക്ക് കേരളം ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. സ്വയം പര്യാപ്തത ആദ്യം നേടേണ്ടത് കാർഷിക രംഗമാണെന്ന കാര്യം എന്തുകൊണ്ടോ കേരളീയർ വിസ്മരിക്കുന്നു. മതി മതി മതി, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. പക്ഷെ അത് വേണ്ട. നീ അതൊക്കെ വലിച്ചു പറിച്ച് കളയി. നീ വേറൊരു വെള്ള പേപ്പർ എടുക്ക്. പേപ്പറ്? ഇനി ഞാൻ പറയുന്നത് പോലെ എഴുത്. എഴുതിക്കോ. സാർ, പേന? നമ്മൾ ഭാരതീയർ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അതും വിഷമടിച്ച പച്ചക്കറികൾ ബഹിഷ്കരിക്കും. പകരം നമ്മുടെ മണ്ണിൽ തന്നെ ഈ പച്ചക്കറികൾ വിളയിച്ച് ഒരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി സത്യശീലൻ പ്രസ്താവിച്ചു. എഴുതിയോ? വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൃഷിയിൽ താല്പര്യമുള്ളവർക്കും കാർഷിക വൃത്തിയിൽ മികവ് പ്രകടിപ്പിക്കുന്നവർക്കും ഈ ഗവൺമെന്റ് എല്ലാവിധ പ്രോത്സാഹനവും നൽകും. അത് മതി. സാർ, ഇത് എവിടെ വെച്ച് പ്രസ്താവിച്ചു എന്ന് പറഞ്ഞില്ല. എവിടെയെങ്കിലും വെച്ച് പ്രസ്താവിച്ചെന്ന് എഴുതടോ. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ശ്രീകൃഷ്ണപുരത്ത് കച്ചേരിക്കുന്നിൽ കാർഷിക മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പ്രസ്താവിച്ചു. സാർ, ഞാൻ പൊക്കോട്ടെ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സോറി സാർ. മനസ്സിലായില്ലേ? എന്ത്? പേന. ഞാൻ ഈ പാർട്ടി ഫണ്ട് പിരിവിന്റെ അവസാന ദിവസമായോണ്ട് അത് പിരിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. എന്താ കാണുന്നത്? താനിപ്പോ ഏതൊക്കെ കസേരയിലാണോ ഇരിക്കുന്നത്? കേര സംരക്ഷണ സമിതി, കശുവണ്ടി സംരക്ഷണ സമിതിയുടെ പ്രാദേശിക കമ്മിറ്റി അംഗം, നെൽവയൽ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ്. താന് ബാലകർഷകനുള്ള അവാർഡ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ലേ? ഞാനെന്നായിരുന്നല്ലോ, അത് പിരിച്ചുവിട്ടു. അത് അവാർഡുകൾ കൊടുക്കലും കഴിഞ്ഞല്ലോ. സാറിനല്ലേ ചില സ്ഥലത്ത് അവാർഡ് കൊടുത്തത്? അതെ, ഞാൻ തന്നെയാ കൊടുത്തത്. ഞാൻ വിളിച്ചത് എന്താ വെച്ചാൽ, അതിലാ സർട്ടിഫിക്കറ്റ് അവിടെ ഇരിപ്പുണ്ടാവൂലേ? അതെങ്ങനെ അവിടെ ഉണ്ടാവണത്? അത് ജില്ലാ തലത്തിലുള്ള കുട്ടികൾക്കും പിന്നെ സംസ്ഥാനത്ത് വിജയിച്ച കുട്ടികൾക്കൊക്കെ നമ്മൾ ട്രോഫിയും സർട്ടിഫിക്കറ്റും കൊടുത്തില്ലേ? അതല്ലടോ,
ആ അച്ചടിച്ചിട്ട് അത് പൂരിപ്പിക്കാത്ത സർട്ടിഫിക്കറ്റ്. എന്തിനാ എടോ ആ നമസ്കാരം സാർ. താൻ തക്ക സമയത്ത് തന്നെ വന്നു. നമസ്കാരം. താൻ വിളിച്ചു പറഞ്ഞ ആ പയ്യന്റെ പേരും സ്കൂളിന്റെ പേരും എല്ലാം കൂടെ സുഗതന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഏത് പയ്യൻ? എന്താ? അതായത് മന്മഥനൊരു കുട്ടിയുടെ പേരും അഡ്രസ്സും ഒക്കെ തരും. അത് വെച്ച് നമുക്ക് ആ ബാലകർഷകനുള്ള അവാർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് ഇയാൾക്ക് കൊടുക്കണം. അല്ല, അത് നമ്മൾ കൊടുത്താൽ അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാതെ? ഇയാൾ പറയുന്നത് കേൾക്കണോ? അതിന് വേണ്ടെന്ന് വെച്ചാൽ ചെയ്താൽ പോരെ. അതാണ്. അല്ല, എന്തിനിപ്പോ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്? എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഒരു ശേഷാരൻ ചെക്കനാ. അപ്പോൾ അവന് BSc അഗ്രികൾച്ചറിൽ ഒരു അഡ്മിഷൻ വേണമെന്ന്. അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അവനെ കൃഷി ഓഫീസറാക്കണമെന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ബാങ്കൊക്കെ ഉണ്ടോ? റാങ്ക് 65,000 കണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അതാകെ പ്രശ്നവും. എടോ, ജില്ലാ തലത്തിൽ ഓരോ കുട്ടികൾക്ക്, സംസ്ഥാന തലത്തിൽ ഒരു കുട്ടിക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്. ഇതിപ്പോ താൻ പറഞ്ഞ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ അവാർഡ് കിട്ടിയവരറിഞ്ഞ പ്രശ്നമില്ലേ? ഇതിപ്പം മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ്, അത് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്നാലും ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താലോ? ഇയാളൊന്നും മിണ്ടാണ്ടിരിക്കണോ? ആര് കംപ്ലൈന്റ് ചെയ്യാൻ? മൂർഖം പാമ്പ് കടിച്ചു ചേർത്തിട്ടില്ല, പിന്നെയാണ് കൊതുക്. പിന്നെ മന്മത, ആ പയ്യൻ CBSE സ്കൂളിലല്ലേ പഠിച്ചത്? അതെ അതെ. മറ്റേ അവാർഡ് കിട്ടിയ പയ്യനോ? അത് സർക്കാർ സ്കൂളിലാണ്. അതെ. അപ്പൊ ഇയാളൊരു കാര്യം ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് എഴുതുന്ന സമയത്ത് പേരെഴുതിയിട്ട് ബ്രാക്കറ്റിൽ CBSE എന്ന് പ്രത്യേകം എഴുതണം. എന്നാലും എന്തെന്നാലും അല്ല, യൂണിവേഴ്സിറ്റിക്കാർ പ്രശ്നം ഉണ്ടാക്കിയാലോ? കമ്മിറ്റി അറിഞ്ഞാലോ? എടോ, ജനറൽ കമ്മിറ്റി ഈ നിർദ്ദേശം തള്ളിയാൽ നമ്മളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിക്കുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യത? വാസവദത്ത ചാരിത്ര പ്രസംഗം നടത്തുന്ന പോലെയാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ. താനൊരു കാര്യം ചെയ്യണോ, അതങ്ങ് ശരിയാക്കി കൊടുക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈസ് ചാൻസലറോടൊക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടോ. അല്ല, ഞാൻ ശരിയാക്കി കൊടുക്കാം. പക്ഷെ പ്രതിപക്ഷം വല്ല പ്രശ്നം ഉണ്ടാക്കിയാ എന്നെ പറയരുത്. ഏത് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്? എടോ, ഈ പറയുന്ന പ്രതിപക്ഷം മുമ്പ് ഭരണത്തിലിരുന്ന സമയത്ത് അന്ന് അവരുടെ ഒരു മന്ത്രി ചെയ്തത് എന്താ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള അവരുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ടെസ്റ്റും ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ KSRTCയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു കണ്ടക്ടർമാരായിട്ട്. ഈ പ്രശ്നം നമ്മൾ നിയമസഭയിൽ ചോദ്യം ചെയ്തപ്പോൾ അന്ന് ആ മന്ത്രി പറഞ്ഞത് എന്താണ്? എൻ്റെ പാർട്ടിയിൽപ്പെട്ട എനിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കും, അതിന് നിങ്ങൾക്ക് എന്താ? അതുപോലെ നിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങളും ചെയ്തോ? നമ്മളതേ ചെയ്യുന്നുള്ളൂ. പ്രതിപക്ഷ ബഹുമാനം. അപ്പൊ ആകെയുള്ള അഗ്രികൾച്ചർ കോഴ്സിലെ ഒരു സീറ്റ് നമ്മുടെ മിനിസ്റ്റർക്ക്. ഒരു സീറ്റ് നമ്മുടെ മിനിസ്റ്റർക്ക്. ഇയാൾ ആരടോ കണക്ക് പഠിപ്പിച്ചത്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണോ? അത് മതിയാ പുതിയ ഗ്രൂപ്പ് വഴക്കിന്. എടോ, മൊത്തം സീറ്റുകളിൽ ഡിപ്ലോമക്കാർക്ക് 6ഉം VHSCക്കാർക്ക് 16 സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഡിപ്ലോമക്കാരിൽ നിന്ന് ഒരു ബാലകർഷകനെയും VHSCയിൽ നിന്ന് ഒരു ബാലകർഷകനെയും കൂടെ തെരഞ്ഞെടുക്കും. അപ്പൊ മൊത്തം എത്ര സീറ്റായി? ഓ, അങ്ങനെ. ശരി. ഇയാള് വെറുതെ മുണ്ടു ഷർട്ട് ഇട്ടിട്ട് അങ്ങനെ പ്രസംഗിച്ച് നടന്നോണ്ട് കാര്യമില്ലടോ. കൃഷി ചെയ്യാൻ പഠിക്കണടോ, കൃഷി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മൊയ്തു, അന്ന് വന്നപ്പോ ഞാൻ മലയാളത്തിലല്ലേ കാര്യം പറഞ്ഞു നടക്കില്ലാന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടേന് ഓരോരുത്തർ. അപ്പൊ ഓരെന്തോ കുറച്ച് പൈസ ആയിട്ട് വന്നാണോ ഒന്ന് ആ കൊടുക്കി. സാറേ, ഇതിലൊരു 10,000 രൂപ ഉണ്ട് സാറേ. ഇത് ഇവളുടെ മാലയും വളയും പണയം വെച്ചിട്ട് എടുത്താണ്. ഇതിൽ കൂടുതൽ ഇനി ഒന്നും ഞങ്ങളുടെ കയ്യിൽ തരാനില്ല, അതുകൊണ്ടാണ്. 4001 റാങ്കുകാരനെ ഈ നക്കാപ്പിച്ച ഞാൻ മേടിച്ചിട്ട് അവന് സീറ്റ് മേടിച്ചു കൊടുക്കണം അല്ലേ? എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. ഒരു പേരും ഉണ്ടാക്കിയില്ല സാർ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ സാറേ. എന്റെ കൊച്ചു ഊണും ഉറക്കമില്ലാതെ നടക്കുക. അവൻ നല്ലോണം പഠിക്കും. പ്ലീസ് സാറേ. അങ്ങനെ ഒരു സങ്കടം ഉണ്ട്. അതെ, പിള്ളേരെ നേരെ ചൊവ്വേ പറഞ്ഞ് തല്ലി വളർത്തണം. സാറേ, ഈ ബാലകർഷക അവാർഡൊക്കെ നേടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നടക്കൂലേ? അതിന് വല്ല സാധ്യതയുണ്ടോ? എടോ, നമ്മുടെ മന്ത്രി അറിയാലോ, നിയമം വിട്ട് ഒരു കാര്യം ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? മന്ത്രി നിയമം വിട്ട് ഒരു കളിയില്ല കേട്ടോ. അല്ല സാറേ, ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആരെങ്കിലും വരാണ്ടിരുന്ന എന്റെ മകന് കിട്ടുമോ? പിന്നെ കിട്ടും. 4001 റാങ്കുകാരന് ഇപ്പൊ കിട്ടും. ആ റാങ്കുകാരൻ, ആ വരാത്ത റാങ്കുകാരന്റെ അടുത്ത റാങ്കുകാരനെ കിട്ടൂ. സ്ട്രിക്റ്റ് സീനിയോറിറ്റിയാണ്. അതും നടക്കൂലെന്ന്. 4001 എങ്ങനെ നടക്കാനാണ്? നിങ്ങൾ കാര്യം ചെയ്യ്, പോയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കും. വേണ്ട സാറേ, എന്റെ മണ്ണില് എന്തെങ്കിലും കൃഷി ചെയ്താലും ജീവിച്ചോളും. അതിന് റാങ്കിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. പിന്നെ എലക്ഷൻ നടക്കുമ്പോ വോട്ടും ചോദിച്ച എന്റെ മുമ്മറത്തെങ്ങാനും വന്ന ചാണവെള്ളം കലക്കിയ മുഖത്തൊഴിക്കും. സീതള മൊയ്തു, എനിക്കേ വിളിച്ചോണ്ട് പോകാൻ ഒരു മന്ത്രി
ഇവിടെ നാടോ ഇതിനെയൊക്കെ വിളിച്ചോണ്ട് പറഞ്ഞ ഓൻ അങ്ങനെ ഒരു ചൂടനല്ല, ഓൻ ചൂടായതോ. ഇന്നെ വരെ എന്റെ മുഖത്ത് നോക്കി ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല കേട്ടോ. എനിക്കറിയാം. ക്ഷമിച്ചാളി, ഞാൻ പറഞ്ഞോളാം. നീ പോ കുറച്ച് മിനിറ്റ് പോ. അഭിലാഷേ, നിനക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഏത് കോളേജിലാ? തിരുവനന്തപുരത്താ. ആണോ? ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് ഒക്കെ തുടങ്ങി. സബ്ജക്ട് ഒക്കെ എങ്ങനെയുണ്ട്? പഠിക്കാൻ രസമുണ്ടോ? സബ്ജക്റ്റ് ഒക്കെ ഭയങ്കര ബോറാ. എടാ പിന്നെ നീ എന്തിനാ ചേർന്നേ? മാമന്റെ നിർബന്ധം കൊണ്ടാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഭയങ്കര ബോറാ. ഇതെന്താ കയ്യില്? എടാ അത് എനിക്ക് ബാലകർഷകന്റെ അവാർഡ് കിട്ടിയില്ലായിരുന്നു, ഓ. അതിന്റെ സർട്ടിഫിക്കറ്റാ. ഓഹോ. ഇത് നീ ഫ്രെയിം ചെയ്യിക്കണം, ഭിത്തിയിലൊക്കെ തൂക്കിയേക്കാലോ. പക്ഷേ ഇതുപോലെ ഒരെണ്ണം എന്റെ വീട്ടിലുണ്ടല്ലോ. നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ആ, എനിക്കും കിട്ടി. എനിക്ക് എവിടെ കിട്ടി? എനിക്ക് മാമൻ കൊണ്ട് തന്നു. ആണോ? ആ, ആ. ഇനി എന്താ നിന്റെ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഓ, എന്നാ ഞാൻ പൊക്കോട്ടെ, കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.